കുട്ടികളെ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ചാപ്റ്റർ 6 വർക്ക്, എനർജി ആൻഡ് പവർ. അപ്പോൾ 5 വരെയുള്ള ചാപ്റ്ററുകൾ, അതായത് 1 മുതൽ 5 വരെയുള്ള ചാപ്റ്ററുകൾ നിങ്ങൾ പഠിച്ച് ക്ലിയർ ആക്കി എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ 6ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്നത്. ഓക്കെ, വർക്ക്, എനർജി ആൻഡ് പവർ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നു. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്ക് ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം ഈ 3 കാര്യങ്ങളെക്കുറിച്ച്. ഈ 3 കാര്യങ്ങളും നിങ്ങൾ മുൻപേ കേട്ടിട്ടുള്ളതാണ്. ഫിസിക്സിലെ പ്രിസൈസ് ആയ ഡെഫിനിഷനുകൾ അല്ല ഞാൻ പറയുന്നത്. ഈ 3 വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ഒരർത്ഥം ജനിപ്പിക്കുന്നു. ഈ 3 വാക്കുകളും കേൾക്കുമ്പോൾ വർക്ക്, എനർജി, പവർ. ഓക്കെ, അപ്പൊ നമുക്ക് ആ അർത്ഥങ്ങളെ ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഈ 3 വാക്കുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്? ഓക്കെ, ഇത് വളരെ സിമ്പിളായി, വളരെ മനോഹരമായി നിങ്ങളുടെ NCERT പാഠപുസ്തകത്തിൽ ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ആ ഇൻട്രൊഡക്ഷൻ ഒന്ന് പരിശോധിക്കാം. അതുപോലെ നിങ്ങൾ പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ആ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാവുന്നതും ആണ്. ഓക്കെ, ചാപ്റ്റർ 6ന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. വർക്ക്, എനർജി ആൻഡ് പവർ എന്നുള്ള ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ് ഈ 3 കാര്യങ്ങൾ? ഓക്കെ, നമുക്ക് ആ ഇൻട്രൊഡക്ഷനിലേക്ക് ഒന്ന് പോകാം. കണ്ടില്ലേ, ഈ പറഞ്ഞ കാര്യങ്ങളാണ് എന്ത് വർക്ക്, എനർജി ആൻഡ് പവർ എന്ന് നമ്മൾ മുമ്പേ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ്, എന്തർത്ഥമാണ് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ നോക്കിയേ, ഇത് ഈ വാക്കുകൾ ഈ 3 വാക്കുകളും നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ്. വർക്ക്, എനർജി, പവർ. ഫോർ എക്സാമ്പിൾ, ഒരു നിലം ഉഴുന്ന ഒരു കർഷകന്, ഫാർമർ പ്ലോയിങ് ദ ഫീൽഡ്, അദ്ദേഹം ഒരു വർക്ക് ചെയ്യുകയാണ്. ശരിയല്ലേ? നമ്മൾ പറയും ഹി ഈസ് വർക്കിംഗ്. അതുപോലെ ഒരു കൺസ്ട്രക്ഷൻ വർക്കർ നോക്കൂ, കല്ലുകൾ ചുമക്കുന്ന, ബ്രിക്കുകൾ ചുമക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ വർക്കർ, അദ്ദേഹം ഒരു വർക്കാണ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുകയാണ്, പഠിക്കുകയാണ്, അപ്പോൾ നിങ്ങളും ഒരു വർക്കാണ് ചെയ്യുന്നത്. ഇതൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന പല രീതിയിലുള്ള വർക്കുകളാണ്. ശരിയല്ലേ? അതുപോലെ മറ്റൊരു ഉദാഹരണം നോക്കൂ, ഒരു ആർട്ടിസ്റ്റ് നല്ല മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പ്, ഒരു പ്രദേശം ഇങ്ങനെ പെയിന്റ് ചെയ്യുകയാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ക്യാൻവാസിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെല്ലാം വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളെല്ലാം ഏകദേശം ഇതുപോലെയുള്ള ഏതെങ്കിലും എക്സാമ്പിളുകളായിരിക്കും, അല്ലെ നിത്യജീവിതത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന കാര്യങ്ങളായിരിക്കും. എന്നാൽ ഫിസിക്സിൽ വർക്കിന് ഡെഫിനിറ്റും പ്രിസൈസുമായ ഒരു മീനിങ് ഉണ്ട്, ഒരു ഡെഫിനിഷൻ ഉണ്ട് വർക്കിന്. എന്താണെന്ന് നമ്മൾ ഇനി പറയും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് വർക്ക് എന്ന് പറയുന്ന ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടെത്തിക്കുന്ന ഈ എക്സാമ്പിളുകളാണ് ഈ പറഞ്ഞത്. ഫിസിക്സിൽ വർക്കിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ പഠിക്കും. ഈ ചാപ്റ്റർ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയി ഇതിനകത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അത് പഠിക്കും. ഓക്കെ, അപ്പൊ നോക്കിക്കേ, മറ്റൊരു ഉദാഹരണം നമ്മുടെ ഈ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. 14 മുതൽ 16 മണിക്കൂറുകൾ വരെ വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് വളരെ സ്റ്റാമിന ഉണ്ട് എന്ന് നമുക്ക് പറയാം. അയാൾക്ക് നല്ല എനർജി ഉണ്ട് എന്ന് നമുക്ക് പറഞ്ഞൂടെ? നിർത്താതെ അയാൾ വർക്ക് ചെയ്യുകയാണ്. ചെറിയ ഇന്റർവെൽ എടുക്കുകയെങ്കിലും 14 മുതൽ 16 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്യാൻ അയാൾക്ക് പറ്റുമെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? അയാൾക്ക് നല്ല എനർജി ഉള്ള ഒരാളാണ്. ശരിയല്ലേ? അല്ലെങ്കിൽ സ്റ്റാമിന ഉള്ള ഒരാളാണെന്ന് നമ്മൾ പറയും. അതുപോലെ ഒരു ലോങ് ഡിസ്റ്റൻസ് റണ്ണർ നോക്കൂ, ഇപ്പോൾ ഉസൈൻ ബോൾട്ട്, അദ്ദേഹം വളരെ വേഗത്തിൽ ഓടി തീർക്കുന്നു, അല്ലെങ്കിൽ വളരെ വേഗം ഓടുന്നു. അല്ലെങ്കിൽ നോക്കൂ, പിന്നെ ഇപ്പോൾ 5 കിലോമീറ്റർ കണ്ടിന്യൂസ് ആയി ഒരാൾ ഓടുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് വളരെ വലിയ സ്റ്റാമിന ഉണ്ട്, അല്ലെങ്കിൽ എനർജി ഉണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് എനർജി എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇദ്ദേഹം ഈ ഓടിയത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഓട്ടം എന്ന് പറയുന്നത് ഒരു വർക്കാണ്. ആ വർക്ക് ചെയ്യാൻ അദ്ദേഹത്തിനുള്ള കപ്പാസിറ്റിയാണ് യഥാർത്ഥത്തിൽ എനർജി എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് പറയാം എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്, അല്ലേ? ഇപ്പൊ ഫിസിക്സിലും എനർജി ഏകദേശം വർക്കുമായി റിലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇനി വർക്കിന്റെ ഡെഫിനിഷൻ നമ്മൾ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എനർജിയുടെ ഡെഫിനിഷൻ പറയാം. അപ്പോൾ ബേസിക്കലി എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്, വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി. മനസ്സിലായില്ലേ? അതുപോലെ അപ്പോൾ വർക്ക് എന്നുള്ള വാക്ക് നിങ്ങളുടെ മനസ്സിൽ ജനിപ്പിക്കുന്ന എക്സാമ്പിളുകൾ നമ്മൾ പറഞ്ഞു, അർത്ഥം നമ്മൾ പറഞ്ഞു, എനർജി എന്താണ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നോക്കിക്കേ, മറ്റൊരു ഉദാഹരണം.
ഒരു നിങ്ങൾ കരാട്ടയിലും ബോക്സിങ്ങിലും ഒക്കെ കേട്ടിട്ടുള്ളതാണ്. അയാളുടെ പഞ്ചുകൾ പവർഫുൾ ആയിരുന്നു, നല്ല പവർഫുൾ പഞ്ചുകളായിരുന്നു, പവർഫുൾ ആയിട്ടുള്ള ഇടികളായിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്, വളരെ സ്പീഡിൽ കൊടുത്ത ഇടി. ഇപ്പൊ നോക്കൂ, ഇവിടെ ഇങ്ങനെ വളരെ സ്പീഡിൽ കൊടുക്കുകയാണ്, അത് പവർഫുൾ പഞ്ചാണ് എന്ന് പിന്നെ നമുക്ക് പറയാം. വളരെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ വന്ന അതേ അർത്ഥം തന്നെയാണ്. അപ്പോ ആ പവർ, അതായത് നമ്മൾ ഇപ്പോ പരിചയപ്പെട്ട പവർ എന്നുള്ളതിന്റെ എന്താണ് പ്രാഥമികമായ ആ ഒരു കാര്യം തന്നെയാണ് ഫിസിക്സിലും പവർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതാണ് ഇതായി പറഞ്ഞിരിക്കുന്നത്. ദിസ് ഷെയ്ഡ് ഓഫ് മീനിങ് ഈസ് ക്ലോസ് ടു ദ മീനിങ് ഓഫ് ദ വേർഡ് പവർ യൂസ്ഡ് ഇൻ ഫിസിക്സ്. ഫിസിക്സിൽ പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ് എന്താണ് നമ്മൾ ഇവിടെ പറഞ്ഞതും. അതായത് വളരെ പവർഫുൾ ആയ പഞ്ചുകൾ, ആ ഒരു കോണ്ടെക്സ്റ്റിൽ വരുന്ന അതേ അർത്ഥം തന്നെയാണ് ഫിസിക്സിലും പവറിനുള്ളത്. ഓക്കെ, അപ്പൊ നോക്കൂ, അപ്പൊ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഫിസിയോളജിക്കൽ പിക്ചറുകൾ ഏതൊക്കെയാണ്? നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഫിസിയോളജിക്കൽ പിക്ചർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരാൾ വർക്ക് ചെയ്യുകയാണ്, ഒരാൾ നിലം കിളയ്ക്കുന്നു, ഒരു ഫാർമർ, അതുപോലെ ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്യുന്നു. അതുപോലെ എനർജി എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ കാര്യമാണ്, 14 മുതൽ 16 മണിക്കൂർ വരെ നിർത്താതെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എനർജി ഉണ്ട്. അപ്പോൾ എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. അതുപോലെ പവറിനെ കുറിച്ച് പറഞ്ഞ ഈ കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ ഈ 3 വാക്കുകളും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന അതേ കാര്യങ്ങൾ ഏകദേശം ഫിസിക്സിൽ എന്താണ് ശരിയാണ്. ഇതുപോലെ തന്നെയാണ് ഫിസിക്സിലും നമ്മൾ ഈ ക്വാണ്ടിറ്റികളെ ഡിഫൈൻ ചെയ്യുന്നതും അതുപോലെ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ നോക്കൂ, ഈ ചാപ്റ്റർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ കുറിച്ച് ഡീപ്പായ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് തരിക. ഏത് 3 ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ്? വർക്ക്, എനർജി ആൻഡ് പവർ. ഈ 3 കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ അതിനു മുൻപ് നമുക്ക് എന്ത് ചെയ്യണം? ഒരു മാത്തമാറ്റിക്കൽ പ്രീ റിക്വിസൈറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? മുൻപേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയണം. ഈ 3 കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ച് മാത്തമാറ്റിക്കൽ ടൂൾസ് നമ്മളൊന്ന് പരിചയപ്പെടണം. അതിലൊന്നാണ് സ്കെയിലാർ പ്രോഡക്റ്റ്, 2 വെക്ടറുകളുടെ സ്കെയിലാർ പ്രോഡക്റ്റ്. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് മുമ്പ്. മാത്തമാറ്റിക്കൽ പ്രീ റിക്വിസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്സിന്റെ ഭാഷ എന്നത് മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വർക്ക് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ആദ്യം പഠിക്കാൻ പോകുന്നത്? സ്കെയിലാർ പ്രോഡക്റ്റ്, 2 വെക്ടറുകളുടെ സ്കെയിലാർ പ്രോഡക്റ്റ്. ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്നുകൂടി പറയുന്നതായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഇൻട്രൊഡക്ഷൻ ഇത് മുഴുവൻ എഴുതണമെന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, എന്നിട്ട് നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുക. എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. അത് നിങ്ങൾ പ്രത്യേകം എഴുതണം കേട്ടോ. എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാലും മതി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ മുതൽ എന്ത് ചെയ്യാം? നമ്മുടെ ചാപ്റ്ററിലേക്ക് പിന്നെ വളരെ ഫോർമലായി നമുക്ക് എന്ത് ചെയ്യാം? പ്രവേശിക്കാം. ഓക്കെ, ശരി. അപ്പോൾ സ്കെയിലാർ പ്രോഡക്റ്റ് എന്താണ് എന്ന് നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. മോഷൻ ഇൻ എ പ്ലെയിൻ, വെക്ടേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ് വെക്ടർ മൾട്ടിപ്ലിക്കേഷനെ പറ്റി. 2 വെക്ടറുകൾ നമുക്ക് എങ്ങനെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാം? സ്കെയിലാർ പ്രോഡക്റ്റ്, 2 വെക്ടറുകളുടെ പ്രോഡക്റ്റ് എങ്ങനെയൊക്കെ എടുക്കാം? ഒന്ന് സ്കെയിലാർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ്, മറ്റൊന്ന് വെക്ടർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ്. അത് വളരെ ഡീറ്റെയിൽഡ് ആയി നമ്മളവിടെ പറഞ്ഞതാണ്. അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് പറയുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നോക്കൂ, 2 വെക്ടറുകൾ എ ബി, അവയുടെ സ്കെയിലാർ പ്രോഡക്റ്റ് എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. ഈ ആരോ മാർക്ക് ഇടാത്ത കാര്യങ്ങളെല്ലാം മാഗ്നിറ്റ്യൂഡ് എന്ന് വിചാരിക്കണമെന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ്. എ ബി കോസ് തീറ്റ. ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആംഗിളുകൾ, 2 വെക്ടറുകൾ. ഈ 2 വെക്ടറുകൾ എയും ബിയും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്? തീറ്റ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഈ സ്കെയിലാർ പ്രോഡക്റ്റിന്റെ പ്രത്യേകത എന്താണ്? ഈ സ്കെയിലാർ പ്രോഡക്റ്റ് എന്നത് 2 വെക്ടറുകളുടെ സ്കെയിലാർ പ്രോഡക്റ്റ് എന്നത് ഒരു സ്കെയിലാർ ആയിരിക്കും. മനസ്സിലായില്ലേ? എ ഡോട്ട് ബി എന്നത് ഈ സാധനം കിട്ടുന്നത് ഒരു വെക്ടർ ആയിരിക്കില്ല, അതൊരു സ്കെയിലാർ ആയിരിക്കും. മനസ്സിലായില്ലേ? എന്നാൽ 2 വെക്ടറുകളുടെ ക്രോസ് പ്രോഡക്റ്റ് നോക്കിയാൽ എ ക്രോസ് ബി എന്ന് പറയുന്നത് മറ്റൊരു വെക്ടർ ആയിരിക്കും. ഈ 2 വെക്ടറുകൾക്കും പെർപെൻഡിക്കുലറായി ഓറിയന്റ് ചെയ്യുന്ന ഒരു വെക്ടർ ആയിരിക്കും എന്ത്? ഈ 2 വെക്ടറുകളുടെ ക്രോസ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പൊ ഡോട്ട് പ്രോഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ നോക്കിക്കേ, ഈച്ച് വെക്ടർ എ ആൻഡ് ബി ഹാസ് എ ഡയറക്ഷൻ. ഈ 2 വെക്ടറുകൾക്കും ഒരു പ്രിസൈസ്ലി ഡിഫൈൻഡ് ഡയറക്ഷൻ ഉണ്ട്. പക്ഷേ ഇവരുടെ സ്കെയിലാർ പ്രോഡക്റ്റിന് ഒരു ഡയറക്ഷൻ ഇല്ല. കാരണം എന്താണ്? അതൊരു സ്കെയിലാർ ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ,
ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 എന്ന് വിളിക്കുന്നു. എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റ എന്ന് പറയുന്നതിനെ ഇക്വേഷൻ 1 എന്ന് വിളിക്കുന്നു. അപ്പൊ നോക്കിയേ, ഇതിനെ എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എ ഒരു സ്കെയിലർ ആണ്, ബി ഒരു സ്കെയിലർ ആണ്, കോസ് തീറ്റ ഒരു സ്കെയിലർ ആണ് എന്ന് വെച്ചാൽ നമ്പറുകൾ കിടക്കുന്നത് പോലെയാണ് ഇത് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, എ ഇൻറ്റു ബി കോസ് തീറ്റ എഴുതാമല്ലോ. അതൊരു തെറ്റൊന്നുമില്ല. എ ഇൻറ്റു ബി കോസ് തീറ്റ, അതായത് ബി കോസ് തീറ്റയെ ഒരു എൻറ്റിറ്റി ആക്കി എടുത്ത് ഇങ്ങനെ ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. അതുപോലെ ബി ഇൻറ്റു എ കോസ് തീറ്റ എന്ന് എഴുതാം. മനസ്സിലായില്ലേ? ബി ഇൻറ്റു എ കോസ് തീറ്റ, ഇത് സ്കെയിലാറുകളല്ലേ, അപ്പൊ നമുക്ക് ഏതൊരു രീതിയിൽ വേണമെങ്കിലും എഴുതാം, ബി ഇൻറ്റു എ കോസ് തീറ്റ. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പ്രൊജക്ഷൻ എന്താണ്? ഇനി നോക്കിക്കേ, എ എന്നുള്ള വെക്റ്റർ, ഇത് ബി എന്നുള്ള വെക്റ്റർ, ഇത് തീറ്റ. അപ്പൊ ഈ ബി നോക്കിക്കേ, ഇത് ബി, ഇത് തീറ്റ. അങ്ങനെയെങ്കിൽ ഈ ഇത്രയും ലെങ്ത് എന്തായിരിക്കും? ഇത്രയും ലെങ്ത് നിങ്ങൾ ഈ ട്രയാങ്കിളിൽ കോസ് തീറ്റ ഒന്ന് എടുത്ത് നോക്കിക്കേ. കോസ് തീറ്റ ഈക്വൽ ടു എന്ത് വരും? ഈ പിന്നെ ലെങ്ത്, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണോ? സോറി, ഈ ലെങ്ത് അല്ല. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, ശരിയല്ലേ? സൈൻ തീറ്റയാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് സൈഡ്, അതായത് ഈ ലെങ്ത് അത് എത്രയും ആയിക്കോട്ടെ, നമുക്ക് അറിഞ്ഞൂട്ടെ, ഡിവൈഡഡ് ബൈ എന്താണിത്? ഹൈപ്പോട്ടന്യൂസ് ബി. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ബി കോസ് തീറ്റ ആയിരിക്കും, ശരിയല്ലേ? ഇത് അറിഞ്ഞുകൂടാത്ത ലെങ്ത് ആയതുകൊണ്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടത്. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തത്? ഇതൊരു പുതിയ ചിഹ്നമാണെന്നൊന്നും വിചാരിക്കരുത്, ജസ്റ്റ് ഞാൻ അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ അഡ്ജസന്റ് സൈഡ്, ഈ ട്രയാങ്കിളിന്റെ അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ നോക്കൂ, ഈ അറിഞ്ഞുകൂടാത്ത സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ ബി ഇൻറ്റു കോസ് തീറ്റ, ശരിയല്ലേ? ഈ ബി കോസ് തീറ്റ ഇത് ഏതിന്റെ ഡയറക്ഷനിലാണ് കിടക്കുന്നത്? ഇത് എവിടെയാ ഈ ബി കോസ് തീറ്റ കിടക്കുന്നത്? എയുടെ അതേ ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ ബി കോസ് തീറ്റ എന്നത് ബിയുടെ ഒരു ഭാഗമാണ്, ശരിയല്ലേ? ബിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അത് കിടക്കുന്നത് എവിടെയാണ്? എയിലാണ്. അപ്പൊ നമുക്ക് പറയാം, ഈ ബി കോസ് തീറ്റ എന്നത് എയിലുള്ള ബിയുടെ പ്രൊജക്ഷനാണ്. ബിയുടെ പ്രൊജക്ഷൻ എവിടെ? എയിൽ. മനസ്സിലായില്ലേ? സോ ജോമെട്രിക്കലി ബി കോസ് തീറ്റ ഈസ് ദ പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ, ശരിയല്ലേ? ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ബി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ. ഈ പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. പ്രൊജക്ഷൻ എന്നത് എന്താണ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇതൊക്കെ നമ്മൾ വർക്ക് എന്നുള്ള കൺസെപ്റ്റ് പറയാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. അതുപോലെ ഇവിടെ കണ്ടോ, എ ഇൻറ്റു ബി കോസ് തീറ്റ. അപ്പോൾ നമുക്ക് ഈ ഡോട്ട് പ്രോഡക്റ്റിനെ എങ്ങനെ എഴുതാം? ഒരു വെക്റ്റർ അല്ലെങ്കിൽ ഒരു വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു മറ്റേ വെക്റ്ററിന്റെ ഈ വെക്റ്ററിലുള്ള പ്രൊജക്ഷൻ, ശരിയല്ലേ? ബി കോസ് തീറ്റ. അങ്ങനെ ആ രണ്ട് ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും സ്കെയിലാർ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ പറയാൻ വേണ്ടിയാണ്. അതുപോലെ ബി ഇൻറ്റു എ കോസ് തീറ്റ എന്ന് ഇതിനെ എഴുതിക്കൂടെ? എന്ന് വെച്ചാൽ ഇപ്പൊ ആരുടെ പ്രൊജക്ഷനാണ് നമ്മൾ ഇവിടെ നോക്കിയത്? എയിൽ ബിയുടെ പ്രൊജക്ഷൻ കണ്ടോ, എയിൽ ബിയുടെ പ്രൊജക്ഷൻ. അതുപോലെ ബിയിൽ എയുടെയും പ്രൊജക്ഷൻ ഉണ്ടാവാം. കാരണം ഇങ്ങനെ എഴുതാം നമുക്ക്. അതുകൊണ്ട് എയുടെ പ്രൊജക്ഷൻ ബിയിൽ ഉണ്ടാവാം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, എയുടെ പ്രൊജക്ഷൻ ബിയുടെ അതായത് കമ്പോണന്റ് ഓഫ് എ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ബി. ഇവിടെ കണ്ടോ, കമ്പോണന്റ് ഓഫ് ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ, അതാണ് പ്രൊജക്ഷൻ. മനസ്സിലായില്ലേ? അതുപോലെ കമ്പോണന്റ് ഓഫ് എ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ബി, അതാണ് എയുടെ പ്രൊജക്ഷൻ ബിയിൽ, എ കോസ് തീറ്റ. അത് വന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. തീറ്റ ഇതാണെങ്കിൽ കോസ് തീറ്റ എടുക്കുമ്പോൾ എന്താണ്? ഈ പിന്നെ ഭാഗം ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എ. കണ്ടോ, കോസ് തീറ്റ ഇവിടെ, കോസ് തീറ്റ ഇവിടെയാണ്. ഇവിടെ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ദിസ് പാർട്ട് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എ. അപ്പൊ ഈ പാർട്ട് എത്രയായിരിക്കും? എ ഇൻറ്റു കോസ് തീറ്റ ഇത്രയും. അത് എയുടെ കമ്പോണന്റ് അല്ലേ എ കോസ് തീറ്റ? അത് എവിടെയാണ് കിടക്കുന്നത്? ബിയിലാണ്. സോ നമുക്ക് പറയാം എ കോസ് തീറ്റ ഈസ് ദ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ടു ബി. സംശയമില്ലല്ലോ? ഓക്കെ, അപ്പൊ നോക്കൂ. സോ എ ഡോട്ട് ബി എന്നത് ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ആൻഡ് ദ കമ്പോണന്റ് ഓഫ് ബി എലോങ് എ. അപ്പൊ എ ഡോട്ട് ബി നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ആൻഡ് പറയൂ, ദ കമ്പോണന്റ് ഓഫ് ബി എലോങ് എ. ബി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എയുടെ എലോങ് എ ദ കമ്പോണന്റ് ഓഫ് ബി എലോങ് എ.
എയുടെ അതേ ഡയറക്ഷനിലുള്ള ബിയുടെ കമ്പോണന്റിനെയാണ് ബി കോസ് തീറ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ ടു എ എന്നും പറയുന്നത്. ശ്രദ്ധിക്കണം, ഓൺ ടു എ, ഓൺ ടു എന്ന് പറഞ്ഞാൽ എയിലേക്ക് എന്നാണ്, മനസ്സിലായില്ലേ? അതുപോലെ എ ഡോട്ട് ബി എങ്ങനെയും പറയാം, ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ടു ബി. അപ്പൊ രണ്ട് രീതി പറയാം. എങ്ങനെ പറയാം? പ്രോഡക്റ്റ് ഓഫ് magnitude of A into projection of B onto A and the product of magnitude of B into projection of A onto B. Okay, അതാണ് ഇവിടെ പറയുന്നത്. Alternatively, it is the product of the magnitude of B and the component of A along B. Okay, ഇനി നോക്കൂ, സ്കെയിലാർ പ്രോഡക്റ്റിന്റെ പ്രോപ്പർട്ടികൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് മൂന്നാമത്തെ ചാപ്റ്ററിൽ. നിങ്ങൾ ഈ ഹെഡിങ് കൊടുത്തിട്ട് ഈ നോട്ട് എഴുതുമ്പോൾ, ഇതുവരെ നിങ്ങൾ നോട്ട് എഴുതണം കേട്ടോ, ഇതുവരെ നിങ്ങൾ എഴുതിയിട്ട് ഈ ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോപ്പർട്ടികൾ അതിന്റെ ഹെഡിങ് മാത്രം എഴുതുക. സിമ്പിൾ ആക്കി നമ്മൾ തന്നിട്ടുള്ള ആ നോട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ എഴുതുക. എന്നിട്ട് അതൊന്നുകൂടി റിവൈസ് ചെയ്യുക. ഞാൻ ഒന്നുകൂടി പറയുന്നില്ല, നമുക്ക് സമയം പരിമിതമാണ്. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് സ്കെയിലാർ പ്രോഡക്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾ അതൊന്ന് നോട്ടിലേക്ക് എഴുതുക. ഓക്കെ, ശരി. അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നത്. ഓക്കെ, ശരി. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ആണ്. നോക്കൂ, അതിന് മുമ്പ് ഞാൻ പറഞ്ഞതാണ് എന്താണ്, സ്കെയിലാർ പ്രോഡക്റ്റിന്റെ പ്രോപ്പർട്ടികൾ നിങ്ങൾ എഴുതണം. അത് നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാലും അത് ഇവിടെ ഉണ്ട്. സ്കെയിലാർ പ്രോഡക്റ്റ് എന്തൊക്കെ പ്രോപ്പർട്ടികൾ ഒബേ ചെയ്യുന്നു. കമ്മ്യൂട്ടേറ്റീവ് ലോ, എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ. അതുപോലെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ കണ്ടോ, ഇങ്ങനെ എ ഡോട്ട് ബി പ്ലസ് സി ഈക്വൽ ടു എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി. അതുപോലെ ലാംഡ എ ഇൻറ്റു എ ഡോട്ട് ലാംഡ എ, ലാംഡ ഒരു റിയൽ നമ്പർ ആണ്. ലാംഡ എ ഡോട്ട് ലാംഡ ബി ഈക്വൽ ടു ലാംഡ ഇൻറ്റു എന്താണ്, ലാംഡ സ്ക്വയർ ഇൻറ്റു എ ഡോട്ട് ബി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതാം. ലാംഡ സ്ക്വയർ, ലാംഡ ഇൻറ്റു ലാംഡ, ലാംഡ സ്ക്വയർ ആണ്, എ ഡോട്ട് ബി നമുക്ക് അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പൊ ഇതിന്റെ യൂണിറ്റ് വെക്ടറുകളുടെ കേസിലും നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അതൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. നമുക്ക് ഈ എക്സാമ്പിൾ ചെയ്യാം. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് F ഈക്വൽ ടു 3i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് മൈനസ് 5k ക്യാപ്പ്. കണ്ടോ, 3 ഡയമെൻഷൻസ് ആണ്. ഫോഴ്സ് ഒരു വെക്ടർ ആണ്, നിങ്ങൾക്ക് അറിയാം. ഇതാണ് എന്താണ് നമ്മുടെ വെക്ടോറിയലി ഫോഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. യൂണിറ്റ് എന്തോ യൂണിറ്റ് ആയിക്കോട്ടെ, ന്യൂട്ടനോ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ F ഈക്വൽ ടു 3i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് മൈനസ് 5k ക്യാപ്പ് യൂണിറ്റ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് D ഈക്വൽ ടു എത്ര, 5i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് മൈനസ് 3k ക്യാപ്പ് യൂണിറ്റ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ. ഈ രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ ഓൾസോ ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് എഫ് ഓൺ ഡി. ഡിയിൽ എഫിന്റെ പ്രൊജക്ഷൻ ആണ്. അപ്പൊ ഏതാ കണ്ടുപിടിക്കേണ്ടത്? എഫും ഡിയും തമ്മിലുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എഫ് കോസ് തീറ്റയാണ്. അത് മനസ്സിലാക്കണം. പ്രൊജക്ഷൻ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എഫ് കോസ് തീറ്റ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ആംഗിൾ കണ്ടുപിടിക്കാം. നോക്കിക്കേ, ഈ വെക്ടർ എഫ് ഈക്വൽ ടു, നിങ്ങൾക്കറിയാം എഫ് എന്നുള്ള ഒരു വെക്ടറിനെ 3 ഡയമെൻഷൻസിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? യൂണിറ്റ് വെക്ടറുകളുടെ ബേസിസിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എഫ് എക്സ് ഐ ക്യാപ്പ് വെക്ടർ എഫ് ഈക്വൽ ടു, ഈ ബോൾഡ് ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ ആണ്. ആരോ മാർക്ക് കൊടുത്ത് നമുക്ക് എഴുതാം. എഫ് എക്സ് ഐ ക്യാപ്പ് പ്ലസ് എഫ് വൈ ജെ ക്യാപ്പ് പ്ലസ് എഫ് ഇസഡ് കെ ക്യാപ്പ്. കണ്ടോ, 3 കമ്പോണന്റുകൾ. ഇതിൽ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ 3 ആണ്, എഫ് വൈ എന്ന് പറഞ്ഞാൽ 4 ആണ്, എഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ -5 ആണ്. അതുപോലെ ഡി വെക്ടറിനെ എങ്ങനെ എഴുതാം? ഡി വെക്ടറിനെ വെക്ടർ ഡി ഈക്വൽ ടു ഡി എക്സ് ഐ ക്യാപ്പ് പ്ലസ് ഡി വൈ ജെ ക്യാപ്പ് പ്ലസ് ഡി ഇസഡ് കെ ക്യാപ്പ്. ശരിയല്ലേ? ഇതിൽ ഡി എക്സ് എന്നുള്ള എക്സ് കമ്പോണന്റ് ആണ് 5. ഡി എക്സ് എന്ന് പറഞ്ഞാൽ നോക്കൂ, ഐ ക്യാപ്പിന് തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ഇതാണ് 5, ഡി വൈ 4, ഡി ഇസഡ് -3. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എഫ് ഡോട്ട് ഡി എങ്ങനെ എഴുതാം? കമ്പോണന്റുകളുടെ രീതിയിൽ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തതാണ്. എങ്ങനെയാണ്? കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് കമ്പോണന്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുക എഫ് എക്സ് ഡി എക്സ് പ്ലസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ കമ്പോണന്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുക എഫ് വൈ ഡി വൈ പ്ലസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡ് കമ്പോണന്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുക എഫ് ഇസഡ് ഡി ഇസഡ്. അതാണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, എഫ് എക്സ് ഡി എക്സ് പ്ലസ് എഫ് വൈ ഡി വൈ പ്ലസ് എഫ് ഇസഡ് ഡി ഇസഡ്. ഇനി അങ്ങനെ ചെയ്ത് നോക്കിയേ, എഫ് എക്സ് ഡി എക്സ് എത്ര? 3 × 5. കണ്ടോ, 3 × 5 പ്ലസ് എഫ് വൈ ഡി വൈ 4 × 4 പ്ലസ് എഫ് ഇസഡ് ഡി ഇസഡ് -5 × -3. കണ്ടോ, അങ്ങനെ. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 16 യൂണിറ്റ്സ് എന്ന് കിട്ടും. യൂണിറ്റ് എന്തോ ആയിക്കൊള്ളട്ടെ. നോക്കൂ, നിങ്ങൾക്കറിയാം എഫ് ഡോട്ട് ഡി
എഫ് ഈ ബോൾഡ് ലെറ്റർ എന്ന് പറഞ്ഞാൽ വെക്ടർ ചിഹ്നം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. എഫ് ഡോട്ട് ഡി വെക്ടേഴ്സ് ആണ്. എഫ് ഡോട്ട് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് സ്കെയിലാർ പ്രോഡക്റ്റിന്റെ എഫ് ഡി കോസ് തീറ്റ. ഇവ രണ്ടും തമ്മിലുള്ള ആംഗിൾ തീറ്റ ആണെന്ന് വിചാരിച്ചാൽ എഫ് ഡി കോസ് തീറ്റ. ആ എഫ് ഡി കോസ് തീറ്റ എന്ന് പറയുന്നതാണ് എഫ് ഡോട്ട് ഡി. ആ എഫ് ഡോട്ട് ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടി 16. ഓക്കെ, ഇനി നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കിയേ എഫ് ഡോട്ട് എഫ്. എഫ് ഡോട്ട് എഫ്, അതായത് എഫ് ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ എഫിനെ എഫ് വെച്ച് തന്നെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഒരിക്കൽ കൂടി നിങ്ങൾ ഈ എഫ് ഒന്ന് എഴുതി നോക്കിക്കേ. എന്നിട്ട് കമ്പോണന്റ് വൈസ് എഴുതുമ്പോൾ എഫ് എക്സ് ഇൻറ്റു എഫ് എക്സ് പ്ലസ് എഫ് വൈ ഇൻറ്റു എഫ് വൈ പ്ലസ് എഫ് ഇസഡ് ഇൻറ്റു എഫ് ഇസഡ് എന്ന് കൊടുക്കും. എന്ന് വെച്ചാൽ എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ പ്ലസ് എഫ് ഇസഡ് സ്ക്വയർ ആണ്. എഫ് ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് സ്ക്വയർ ആണ്. മോഡ് അല്ലെ, മോഡുലസിന്റെ രീതിയിൽ എഴുതിയാൽ എഫ് സ്ക്വയർ ഈക്വൽ ടു എത്രയാണ്? കമ്പോണന്റുകളുടെ രീതിയിൽ എഫ് എക്സ് സ്ക്വയർ എഫ് വൈ സ്ക്വയർ എഫ് ഇസഡ് സ്ക്വയർ. ഇത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം എന്താണെന്ന്. അപ്പൊ നോക്കിക്കേ, എഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ. കണ്ടോ? 3 സ്ക്വയർ 9 പ്ലസ് എഫ് വൈ സ്ക്വയർ 4 സ്ക്വയർ എഫ് ഇസഡ് സ്ക്വയർ മൈനസ് 5 സ്ക്വയർ 25. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 50 യൂണിറ്റ്. അതുപോലെ ഡി ഡോട്ട് ഡി ഇതുപോലെ കണ്ടുപിടിച്ച് നോക്കിയേ. ഡി ഡോട്ട് ഡി എന്ന് പറഞ്ഞാൽ ഡി ഒരിക്കൽ ഇങ്ങനെ എഴുതുന്നു, അതുപോലെ ഒന്നുകൂടെ എഴുതുന്നു. നോക്കൂ, ഇതുപോലെ ഒന്നുകൂടെ എഴുതിയിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്താണ്? കറസ്പോണ്ടിങ് എക്സ് കമ്പോണന്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഡി എക്സ് ഇൻറ്റു ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ഇൻറ്റു ഡി വൈ സ്ക്വയർ പ്ലസ് ഡി ഇസഡ് ഇൻറ്റു ഡി ഇസഡ് സ്ക്വയർ. അപ്പൊ ഇതുപോലെ മറ്റേ ഈ കാര്യങ്ങൾ എടുത്തിട്ട് ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ 50 യൂണിറ്റ് എന്ന് കിട്ടും. അപ്പം ഈ ഡി ഡോട്ട് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി സ്ക്വയർ ആണ്. ശരിയല്ലേ? ഡി സ്ക്വയർ. ഡി ഡോട്ട് ഡി എങ്ങനെയാ ഡി സ്ക്വയർ എന്ന് വന്നത്? അതൊന്ന് ആലോചിച്ച് നോക്കൂ. എഫ് ഡോട്ട് എഫ് ഈക്വൽ ടു എങ്ങനെ എഫ് സ്ക്വയർ വന്നു? ഈ എഫ് ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടറുകളുടെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവയുടെ മാഗ്നിറ്റ്യൂഡുകൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ അവ തമ്മിലുള്ള ആംഗിൾ മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കൂ, ഒരേപോലെയുള്ള രണ്ട് വെക്ടറാണ്. ഈ വെക്ടറും അതേ വെക്ടറും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 0 ഡിഗ്രി അല്ലേ? അപ്പൊ കോസ് 0 1 അല്ലേ? ശരിയല്ലേ? അപ്പൊ ഇതങ്ങ് പോയി. ബാക്കി ആരേ ഉള്ളൂ? എഫ് ഇൻറ്റു എഫ് എഫ് സ്ക്വയർ. അങ്ങനെയാണ് ഇവിടെ എഫ് സ്ക്വയർ എന്ന് വന്നത്. അതുപോലെ ഡി ഡോട്ട് ഡി അതുപോലെ തന്നെ. ഡി ഡോട്ട് ഡി ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡി, അല്ലെങ്കിൽ വെറും ഡി എന്ന് എഴുതാം. ഡി ഇൻറ്റു കോസ് 0. ഡിയും ഡിയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 0 ഡിഗ്രി. അപ്പൊ ഇവിടെ എത്ര? കോസ് 0 1 ഡി ഇൻറ്റു ഡി സ്ക്വയർ. അങ്ങനെയാണ് ഇവിടെ ഡി സ്ക്വയർ എന്ന് വന്നത്. ഓക്കെ, അപ്പോ എഫ് സ്ക്വയറിന്റെ വാല്യൂ 50 യൂണിറ്റ് എന്ന് കിട്ടി. ഡി സ്ക്വയറിന്റെ വാല്യൂ എത്ര കിട്ടി? 50 യൂണിറ്റ് എന്ന് കിട്ടി. ഓക്കെ, നിങ്ങൾക്കറിയാം കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ നിന്ന് കോസ് തീറ്റ എങ്ങനെ എഴുതാം? കോസ് തീറ്റ നോക്കൂ, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഏതിൽ നിന്നാണ് നമ്മൾ എഴുതുന്നത്? നോക്കൂ, ഈ ഇക്വേഷനിൽ നിന്ന് കോസ് തീറ്റ എങ്ങനെ എഴുതാം? ആ ഇക്വേഷൻ ഏതാണ്? എഫ് ഡോട്ട് ഡി ഈക്വൽ ടു എഫ് ഡി കോസ് തീറ്റ. അപ്പൊ ഇതിൽ നിന്ന് കോസ് തീറ്റ എങ്ങനെ എഴുതാം? എഫ് ഡോട്ട് ഡി ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു ഡി. എഫ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ആണ്. ശരിയല്ലേ? മോഡുലസ് ആണ്. അപ്പൊ നോക്കിയേ, എഫ് ഡോട്ട് ഡിയുടെ വാല്യൂ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. എത്രയാണ്? 16. അപ്പൊ ഇവിടെ 16 കൊടുക്കണം. മനസ്സിലായില്ലേ? ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എഫ്. മോഡുലസ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് മാത്രമേ ഉള്ളൂ. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് കിട്ടിയത് എഫിന്റെ സ്ക്വയർ ആണ്. അപ്പൊ എഫിന്റെ സ്ക്വയർ എഫ് സ്ക്വയർ ഈക്വൽ ടു √50 ആണെങ്കിൽ വെറും എഫ് സ്ക്വയർ ഈക്വൽ ടു 50 ആണെങ്കിൽ വെറും എഫ് എത്രയായിരിക്കും? ഇതിന്റെ റൂട്ട് ആയിരിക്കും. അപ്പൊ √50 കണ്ടോ ഇവിടെ കൊടുത്തു. അതായത് ഇവിടെ 16 ഡിവൈഡഡ് ബൈ എഫ് സ്ക്വയർ. നിങ്ങൾക്കറിയാം നമുക്ക് ഇവിടെ കിട്ടിയത് എഫ് സ്ക്വയർ ഈക്വൽ ടു 50 യൂണിറ്റ് എന്നാണ്. കണ്ടോ, എഫ് സ്ക്വയർ ഈക്വൽ ടു 50 യൂണിറ്റ്. അത് എങ്ങനെ കിട്ടി എന്ന് പറഞ്ഞാൽ എഫ് ഡോട്ട് എഫ് എടുത്തു, അതിൽ നിന്ന് എഫ് സ്ക്വയർ കിട്ടി. എഫ് സ്ക്വയർ ഈക്വൽ ടു 50 യൂണിറ്റ്. ഇതുപോലെ ചെയ്തപ്പോൾ കമ്പോണന്റ് രീതിയിൽ 50 എന്ന് കിട്ടി. അപ്പോൾ എഫ് സ്ക്വയർ 50 ആണെങ്കിൽ എഫ് എത്ര ആയിരിക്കും കുട്ടികളെ? √50 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എഫിന്റെ പകരം ഇവിടെ എന്ത് കൊടുക്കാം? √50 എന്ന് കൊടുക്കാം. കോസ് തീറ്റ കണ്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇൻറ്റു ഡി കണ്ടുപിടിക്കണം. ഡി സ്ക്വയർ എത്ര എന്ന് കിട്ടി? ഡി സ്ക്വയർ 50 എന്ന് കിട്ടി. അപ്പൊ ഡി എത്രയാണ്? √50. അപ്പൊ ഇവിടെ ഡിക്ക് പകരം എന്ത് കൊടുക്കണം? ഇൻറ്റു √50 കൊടുക്കണം. അപ്പൊ കോസ് തീറ്റ ഈക്വൽ ടു എന്ത് കിട്ടി? 16/√50 ഇൻറ്റു പിന്നെ √50 എന്ന് വെച്ചാൽ 16/50 ഈക്വൽ ടു 0.32. അപ്പൊ തീറ്റ എത്ര കിട്ടി? കോസ് ഇൻവേഴ്സ് 0.32 എന്ന് കിട്ടി. ഓക്കെ, തീറ്റ കിട്ടിയല്ലോ. ഇനി നിങ്ങൾക്ക് ഈ ഒരു വാല്യൂ ഉണ്ട്, അത് നിങ്ങൾ കണ്ടുപിടിക്കുക കാൽക്കുലേറ്റർ വെച്ചിട്ട്. ഇനി പ്രൊജക്ഷൻ ഓഫ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പ്രൊജക്ഷൻ ഓഫ് എഫ് ഓൺ ഡി. എഫ് ഓൺ ഡി എന്ന് പറഞ്ഞാൽ എഫ് കോസ് തീറ്റ. എഫിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയ എത്രയാണ്? √50. കണ്ടോ, √50. എഫ് കോസ് തീറ്റയാണ് പ്രൊജക്ഷൻ ഓഫ് എഫ് ഓൺ ഡി. എഫ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ആണ്. ഓക്കെ, അത് √50 ഇൻറ്റു ഇവിടെയുള്ള ഈ കോസ് ഇൻവേഴ്സ് 0.32ന്റെ വാല്യൂ കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. അതാണ് പ്രൊജക്ഷൻ ഓഫ് എഫ് ഓൺ ഡി എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. ഓക്കെ,
ഒന്നുകൂടി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് രണ്ട് തവണ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്യുക, കൃത്യമായി കാണുക. ഒരു 2 തവണ ഈ വീഡിയോ കണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒന്നുകൂടി എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. ഡോട്ട് പ്രോഡക്റ്റിന്റെ ബേസിക് ഡെഫിനിഷൻ എന്താണ്, സംശയം ഉണ്ടെങ്കിൽ ആ 3ാമത്തെ ചാപ്റ്റർ ഒന്നുകൂടി എടുത്ത് നോക്കാവുന്നതുമാണ്. ഓക്കെ, അടുത്ത വീഡിയോ മുതൽ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട 3 ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ ഏതൊക്കെയാണ്, വർക്ക്, എനർജി ആൻഡ് പവർ, അത് നമ്മൾ തുടങ്ങുന്നു അടുത്ത വീഡിയോ മുതൽ. ഓക്കെ, ഇത് കൃത്യമായി മനസ്സിലാക്കുക, നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. 1-2 തവണ എഴുതി പഠിച്ചതിന് ശേഷം നിങ്ങളുടെ നോട്ടിലേക്ക് മനോഹരമായി എഴുതുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ മുതൽ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന 3 പ്രധാനപ്പെട്ട ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ കുറിച്ച്, അതായത് വർക്ക്, എനർജി, പിന്നെ പവർ എന്നീ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയി നമ്മൾ നോക്കാൻ പോവുകയാണ്. ആദ്യമായി എന്താണ് വർക്ക്? വർക്ക് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഒരാൾ വർക്ക് ചെയ്യുന്നു, ഒരു ഫാർമർ വർക്ക് ചെയ്യുന്നു, നിങ്ങൾ എൻട്രൻസ് എക്സാമിന് വേണ്ടി പഠിക്കുന്നു, നിങ്ങളിപ്പോൾ ഓൺലൈൻ ക്ലാസ് ഈ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾ നോട്ട് എഴുതുന്നു, നിങ്ങൾ പഠിക്കുന്നു, അതെല്ലാം വർക്കിന്റെ ഓരോ രീതികളാണ്, അല്ലെങ്കിൽ അതെല്ലാം വർക്കുകളാണ് ഓരോന്നും. എന്നാൽ ഫിസിക്സിൽ വർക്ക് എന്ന് പറയുമ്പോൾ അതിന് പ്രിസൈസ് ആയ ഒരു ഡെഫിനിഷൻ കൊടുക്കണം. എങ്ങനെയാണ് നിങ്ങൾ വർക്കിനെ ഡിഫൈൻ ചെയ്യുക, അതാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. നോക്കൂ, ഇത് ഒരു വുഡൻ ബ്ലോക്കാണ്. ഒരു വുഡൻ ബ്ലോക്ക് ഇതൊരു ഫ്രിക്ഷൻലെസ് ടേബിളിൽ നിങ്ങൾ ഇങ്ങനെ വച്ചിരിക്കുകയാണ്. ഫ്രിക്ഷൻലെസ് ടേബിളിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ബ്ലോക്കിന്റെ മാസ് m ആണെങ്കിൽ അതിന്റെ വെയിറ്റ് എപ്പോഴും mg വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആയിരിക്കും. ആ വെയിറ്റ് കാരണം ഈ സർഫസിൽ ഈ ബ്ലോക്ക് എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, സർഫസ് അതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു റിയാക്ഷൻ മുകളിലേക്ക് കൊടുക്കും. അതാണ് നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്ന R. അപ്പൊ റെസ്റ്റിലിരിക്കുമ്പോ അല്ലെങ്കിൽ ഒരു യൂണിഫോം ആയി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴൊക്കെ ഈ ആറും mgയും ബാലൻസ് ചെയ്തിരിക്കും. എന്നാൽ മാത്രമേ ഈ സർഫസിൽ ഇത് ഇരിക്കൂ. ശരിയല്ലേ? ഏതെങ്കിലും ഒരു കമ്പോണന്റ് കൂടി പോയാൽ ആ ഡയറക്ഷനിലേക്ക് പോകും. ഇത് പ്രിസൈസ് ആയി അങ്ങനെ ബാലൻസ് ചെയ്യപ്പെടുന്നതുകൊണ്ട് എന്ത് ചെയ്യും, ഇവിടെ തന്നെ ഇരിക്കും. ഓക്കെ, അപ്പൊ ആറും mgയും ബാലൻസ്ഡ് ആണേ, അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. എവിടെ? ഒരു പുൾ അപ്ലൈ ചെയ്യുന്നു. എവിടെ? അല്ലെങ്കിൽ ഒരു പുഷോ പുള്ള് അപ്ലൈ ചെയ്യുന്നു. എവിടെ കൊടുക്കുന്നു? ഈ ബ്ലോക്കില്. എങ്ങനെയാ കൊടുക്കുന്നത്? ഇത് ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഈ ഹൊറിസോണ്ടലുമായി തീറ്റ ആംഗിൾ മേക്ക് ചെയ്ത് നിങ്ങൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഫോഴ്സ് ഒരു വെക്റ്റർ ആണ്. കണ്ടോ, ഇങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ബ്ലോക്കിന് എന്ത് ചെയ്തു? സ്ഥാനചലനം സംഭവിച്ചു. എവിടെ നിന്നും നോക്കൂ, ഈ ബ്ലോക്കിന്റെ സെന്റർ ആണ് നമ്മുടെ സെന്റർ ആണ് നമ്മുടെ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബ്ലോക്ക് നോക്കൂ ഒരു നിശ്ചിത ദൂരം സഞ്ചരിച്ചു. എസ് എന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്തു. എന്തുകൊണ്ട് കവർ ചെയ്തു? ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തത് കൊണ്ട് കവർ ചെയ്തു. ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തത് കാരണം ഈ ബ്ലോക്ക് എന്ത് ചെയ്തു? എസ് എന്നുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ബ്ലോക്കിൽ വർക്ക് ചെയ്തു എന്ന് പറയാം. എങ്ങനെയായിരിക്കും അപ്പോൾ വർക്കിനെ ഡിഫൈൻ ചെയ്യുന്നത്? ദ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് എഫ്, ശ്രദ്ധിക്കണം, ഈസ് ഡിഫൈൻഡ് ടു ബി ദ പ്രോഡക്റ്റ് ഓഫ് ദ കമ്പോണന്റ് ഓഫ് ദ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ അതേ ഡയറക്ഷനിലുള്ള ഫോഴ്സിന്റെ കമ്പോണന്റ് ആണ്. ശരിയല്ലേ? അതെന്തായിരിക്കും കുട്ടികളെ? എഫിന്റെ, നോക്കൂ, ഇതാണ് എഫിന്റെ കമ്പോണന്റ് എവിടെ? ഈ ഡയറക്ഷനിൽ. അത് എഫ് കോസ് തീറ്റയല്ലേ? ആ എഫ് കോസ് തീറ്റയുടെയും പിന്നെ എന്തിന്റെയും? ഡിസ്പ്ലേസ്മെന്റിന്റെയും പ്രോഡക്റ്റ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണ് എന്താണ് പ്രൊജക്ഷൻ എന്നുള്ള കാര്യം. പ്രൊജക്ഷൻ ഓഫ് എഫ് ഓൺ ടു എസ് എന്ന് വെച്ചാൽ എസിന്റെ ഡയറക്ഷനിലുള്ള എഫിന്റെ കമ്പോണന്റ് അതിന്റെയും എസിന്റെയും, ഇതെല്ലാം മാഗ്നിറ്റ്യൂഡുകളാണ്, എസിന്റെയും പ്രോഡക്റ്റിനെയാണ് നിങ്ങൾ വർക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോ ഒരു ഫോഴ്സ് ചെയ്ത വർക്ക്, ദ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ്
ഈസ് ഡിഫൈൻഡ് ടു ബി, നമ്മൾ എങ്ങനെയാ ഫിസിക്സിൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്? ഒരു പ്രോഡക്റ്റ് ആയി ആണ് ഡിഫൈൻ ചെയ്യുന്നത്. എന്തെല്ലാം സംഗതികളുടെ പ്രോഡക്റ്റ് ആണ്? ദ കമ്പോണന്റ് ഓഫ് ദ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്പ്ലേസ്മെന്റിന്റെ അതേ ഡയറക്ഷനുള്ള ഫോഴ്സിന്റെ കമ്പോണന്റിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡിന്റെയും പ്രോഡക്റ്റിനെയാണ് നമ്മൾ ഫിസിക്സിൽ വർക്ക് എന്ന് വിളിക്കുന്നത്. വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് എഫ് എന്ന് വിളിക്കുന്നത്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു എന്ന് വർക്കിനെ സൂചിപ്പിച്ചാൽ ഡബ്ല്യു ഈക്വൽ ടു എങ്ങനെ എഴുതാം? എഫ് കോസ് തീറ്റ ഇൻറ്റു എസ്. നോക്കൂ, അല്ലെങ്കിൽ നോക്കൂ, ഇതെല്ലാം സ്കെയിലാറുകളാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? എഫ് എസ് കോസ് തീറ്റ എന്ന് എഴുതാം. ശരിയല്ലേ? നോക്കിക്കേ, ഇത് ഒരു ഡോട്ട് പ്രോഡക്റ്റ് ആയി തോന്നുന്നില്ലേ നിങ്ങൾക്ക്? എന്തിന്റെ എല്ലാം? എ ബി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി. അപ്പൊ എഫ് എസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാലോ വെക്ടർ എഫ് ഡോട്ട് വെക്ടർ എസ്. ശരിയല്ലേ? അപ്പൊ വർക്ക് ഈസ് ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്. ശരിയല്ലേ? ഏതൊക്കെയാണ്? ഫോഴ്സ് വെക്ടറിന്റെയും ആ ഫോഴ്സ് കാരണം സംഭവിച്ച ഡിസ്പ്ലേസ്മെന്റ്, ആ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെയും ഡോട്ട് പ്രോഡക്റ്റ്. ശരിയല്ലേ? സോ അങ്ങനെയുള്ള ഡോട്ട് പ്രോഡക്റ്റ് നിങ്ങൾക്കറിയാം, രണ്ട് വെക്ടറുകളുടെ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും? മറ്റൊരു വെക്ടർ ആയിരിക്കും? അല്ല, ഒരു സ്കെയിലാർ ആയിരിക്കും. സോ വർക്ക് ഈസ് എ സ്കെയിലാർ. സിൻസ് വർക്ക് ഈസ് ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്, therefore it is a scalar quantity. ഓക്കെ, അപ്പൊ ഫിസിക്സിൽ വർക്കിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഒരു വസ്തുവിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ആ വസ്തുവിനൊരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നു. അപ്പോ നിങ്ങൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിലുള്ള കമ്പോണന്റിന്റെയും ആ ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡിന്റെയും പ്രോഡക്റ്റിനെയാണ് നിങ്ങൾ വർക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് വെക്ടറിന്റെയും ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെയും അത് കാരണം സംഭവിച്ച ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് ആയാണ് വർക്കിനെ എന്ത് ചെയ്യുന്നത്? ഡിഫൈൻ ചെയ്യുന്നത്. സോ വർക്ക് ഈസ് ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ശരിയല്ലേ? ശരിയാണ്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ നോക്കാം. ഇത് നിങ്ങൾ കൃത്യമായൊന്ന് മനസ്സിരുത്തി 1-2 തവണ ഈ വീഡിയോ കാണണം. കണ്ടിട്ട് എന്ത് ചെയ്യണം? ഇത് നിങ്ങളുടെ ബുക്കിലേക്ക് വൃത്തിയായി എഴുതി ഇതൊന്ന് പഠിച്ചു വെക്കണം. ഡെഫിനിഷൻ ആണ് വർക്കിന്റെ, ഒരിക്കലും മറക്കരുത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. നേച്ചർ ഓഫ് വർക്ക് ഡൺ. നിങ്ങൾക്കറിയാം, വർക്ക് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതിന് ഡയറക്ഷൻ ഇല്ല, മാഗ്നിറ്റ്യൂഡേ ഉള്ളൂ. അപ്പൊ നോക്കിയേ, അതിന്റെ വാല്യൂ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം. അപ്പോൾ നമുക്ക് വർക്കിനെ 3 രീതിയിൽ തരംതിരിക്കാം. എങ്ങനെയൊക്കെയാണ്? പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, 0 വർക്ക്. ഓക്കെ, തീറ്റയുടെ വാല്യൂ അനുസരിച്ച് നമുക്കിതിനെ ഒന്ന് നോക്കാം. നോക്കൂ, നിങ്ങൾക്കറിയാം, എഫ് വെക്ടറും എസ് വെക്ടറും തമ്മിലുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ വർക്ക് ഡൺ എത്രയാണ്? എഫ് ഡോട്ട് എസ് ആണ്, അല്ലെങ്കിൽ എഫ് എസ് കോസ് തീറ്റയാണ്. ശരിയല്ലേ? ഓക്കെ, ഈ തീറ്റയുടെ വാല്യൂ 0ക്കും 90ക്കും ഇടയിലായാൽ, 90 ആകരുത്, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു വരയില്ല. 0 ആകാം, 0യേക്കാൾ കൂടുതലാകാം. 90 ഡിഗ്രിക്ക് താഴെ നിൽക്കണം. 90 ഡിഗ്രി ആകാൻ പറ്റില്ല, കാരണം കോസ് 90 ഡിഗ്രി 0 ആണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കോസ് 90 0 ആണെങ്കിൽ വർക്ക് 0 ആയി പോകും. അപ്പോൾ ഈ റേഞ്ചിലാണ് തീറ്റയുടെ വാല്യൂ എങ്കിൽ കോസ് തീറ്റ അവിടെ പോസിറ്റീവ് ആണ്. നിങ്ങൾക്കറിയാം, കോസ് തീറ്റ പോസിറ്റീവും നെഗറ്റീവും 0 ആകാം. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് വർക്കാണ് എങ്കിൽ തീറ്റയുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ? 0 മുതൽ 90 വരെ 0 ആകാം. കോസ് 0 1 ആണ്, നിങ്ങൾക്കറിയാം. 0 മുതൽ 90 വരെ ആകാം, എന്നാൽ 90 ആകാൻ പാടില്ല. നിങ്ങൾക്കറിയാം, എഫ് വെക്ടർ ഇതാണ്, എസ് വെക്ടർ ഇതാണെങ്കിൽ വർക്ക് ഡൺ ഈക്വൽ ടു എഫ് ഡോട്ട് എസ് ആണ്, അല്ലെങ്കിൽ എഫ് എസ് കോസ് തീറ്റയാണ്. അപ്പൊ തീറ്റ ഇങ്ങനെയാണെങ്കിൽ വർക്ക് എത്രയാണ്? പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് is said to be positive if the applied force has a component in the direction of the displacement. ശരിയല്ലേ? ഇപ്പോ W ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ ആണ്. തീറ്റ 0 കൊടുക്കുന്നു. അപ്പൊ എന്ത് കിട്ടും? W ഈക്വൽ ടു എഫ് എസ് പോസിറ്റീവ് ആണേ. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് എന്നത് പോസിറ്റീവ് ആകും എപ്പോ? if the applied force
ഹാസ് എ കമ്പോണന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ്. നോക്കൂ, അപ്ലൈഡ് ഫോഴ്സ് എഫ് ആണ്, എസ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിലുള്ള എഫിന്റെ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്താണത്? എഫ് കോസ് തീറ്റയാണ്. ശരിയല്ലേ? എഫ് കോസ് തീറ്റയാണ്. എന്ന് വെച്ചാൽ അപ്ലൈഡ് ഫോഴ്സിന് ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിൽ ഒരു കമ്പോണന്റ് ഉണ്ട്, അത് പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡണ്ണും എന്ത് തന്നെയാണ്? പോസിറ്റീവ് ആണ്. ശരിയല്ലേ? കാര്യം തീറ്റയുടെ വാല്യൂ 0 ആകാം, 0യിൽ കൂടുതലാകാം, 90യിൽ കുറവാകാം, 90 ആകരുത്. അങ്ങനെയുള്ള കണ്ടീഷനിൽ കോസ് തീറ്റ പോസിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ അപ്ലൈഡ് ഫോഴ്സിന് ആ എസ് എന്നുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിൽ ഒരു കമ്പോണന്റ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ എപ്പോഴും എന്ത് തന്നെയാണ്? ആ കേസിൽ പോസിറ്റീവ് ആണ്. ഒരിക്കൽ കൂടി പറയുന്നു ഈ ഡെഫിനിഷൻ. വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഈസ് സെറ്റ് ടു ബി പോസിറ്റീവ് ഇഫ് ദ അപ്ലൈഡ് ഫോഴ്സ് എഫ് ഹാസ് എ കമ്പോണന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിൽ ഈ അപ്ലൈഡ് ഫോഴ്സിന് ഒരു കമ്പോണന്റ് ഉണ്ട് എങ്കിൽ വർക്ക് ഡൺ ബൈ ദാറ്റ് ഫോഴ്സ് ഈസ് എന്താണ്? പോസിറ്റീവ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി പോസിറ്റീവ് വർക്കിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ നോക്കാം. നിങ്ങൾ 1-2 തവണ വീഡിയോ കണ്ടിട്ട് ഇതൊന്നും മനസ്സിലാക്കണം. ഓക്കെ, ശരി. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇപ്പോൾ പോസിറ്റീവ് വർക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. അതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ പറയുന്നത്. പോസിറ്റീവ് വർക്ക് എന്തായിരുന്നു? വർക്ക് പോസിറ്റീവ് ആകണമെങ്കിൽ അപ്ലൈഡ് ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഡയറക്ഷൻ സെയിം ആയിരിക്കണം, അല്ലേ? അപ്ലൈഡ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലാണ് എങ്കിൽ എന്താണ്? വർക്ക് ഡൺ എന്നത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, W = FS cos തീറ്റ എന്നാണ്. തീറ്റ 0 ആണ് ഒരു എന്താണ് കേസില്, പോസിറ്റീവിന്റെ ഒരു കേസിൽ. അപ്പൊ എന്ത് കിട്ടും? cos 0 1 ആണ്. അപ്പൊ W = FS. ഇനി നമ്മൾ പോസിറ്റീവ് വർക്കിന്റെ ഉദാഹരണങ്ങൾ നോക്കൂ. ഒന്നാമത്തെ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും. When a horse pulls a cart, the applied force and the displacement are in the same direction, so the work done by the horse is positive. ശരിയല്ലേ? ഇവിടെ ഒരു ഹോഴ്സ് ഉണ്ട്. ഹോഴ്സ് ഒരു കാർട്ടിനെ വലിക്കുകയാണ്. എങ്ങോട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നത്? ഇങ്ങോട്ട്. ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ട് തന്നെയാണ്? ഇങ്ങോട്ട്. അപ്പൊ എന്താണ്? വർക്ക് ഡൺ എന്നത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അടുത്ത ഉദാഹരണം വായിച്ചു നോക്കിയേ. ഒരു ലോഡ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ ലിഫ്റ്റിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ കിടക്കുന്ന ഒരു ലോഡ് നിങ്ങൾ ലിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കണം, ലിഫ്റ്റിംഗ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ലിഫ്റ്റിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ട് തന്നെയാണ്? ലോഡ് മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്ത് തന്നെയാണ്? ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്ക് തന്നെയാണ്. അപ്പൊ എന്താണ്? വർക്ക് ഡൺ ബൈ ദ ലിഫ്റ്റിംഗ് ഫോഴ്സ്. ഈ ലിഫ്റ്റിംഗ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് ആയിരിക്കും. ലിഫ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോഴ്സ് ആണ് ലിഫ്റ്റിംഗ് ഫോഴ്സ്. അപ്പൊ ആ ലിഫ്റ്റിംഗ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, കാര്യം എന്താണ്? ലിഫ്റ്റിംഗ് ഫോഴ്സ് മുകളിലേക്ക്, വർക്ക് പിന്നെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനും മുകളിലേക്ക് തന്നെയാണ്. സോ വർക്ക് ഡൺ ഈസ് പോസിറ്റീവ്. അടുത്ത് നോക്കൂ, ഒരു സ്പ്രിങ് നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുകയാണ്. നോക്കൂ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്പ്രിങ് നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുകയാണ്. അതായത് ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇത് സ്ട്രെച്ച്ഡ് ആവും, അല്ലേ? സ്ട്രെച്ച്ഡ് ആവും. എന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ട്, ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ട് തന്നെയാണ്? അതേ ഡയറക്ഷനിൽ, അപ്ലൈഡ് ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ. അപ്പോൾ വർക്ക് ഡൺ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഈ പറഞ്ഞ 3 എക്സാമ്പിളുകളും ഒന്ന് കൃത്യമായി ആലോചിച്ച് വെച്ചോളുക. ഓക്കെ, അടുത്തത് സീറോ വർക്ക്. 0 ആകാൻ 2 കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം W = FS cos θ എന്നാണ്, ഇല്ലേ? അപ്പോൾ ഈ FS cos θ അല്ലെങ്കിൽ W = FS cos θ എന്നതിൽ W 0 ആകാനുള്ള കണ്ടീഷൻസ് ഏതൊക്കെയായിരിക്കും? അപ്ലൈഡ് ഫോഴ്സ് നമുക്ക് 0 ആക്കാം. അപ്ലൈഡ് ഫോഴ്സ് 0 ആയി നമ്മൾ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യില്ലെങ്കിൽ വർക്ക് 0 തന്നെയാണ്. എന്നാൽ ഒരു നിശ്ചിത ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കേസ് എടുക്കുക. അതായത് F0 ആകുന്ന കേസ് നമ്മൾ ഇതിനകത്ത് എടുക്കണ്ട. F0 ആയാൽ വർക്ക് 0 ആണ്, അത് ഓക്കെ, ശരിയാണ്. ഇനി അല്ലാതെ 0 വർക്ക് കിട്ടാനുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കോസ് തീറ്റ 0 ആയാൽ ഈ വർക്ക് 0 ആയിരിക്കും. അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് 0 ആയാൽ ഈ വർക്ക് 0 ആയിരിക്കും. അങ്ങനെ 2 കണ്ടീഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം? വർക്ക് ഡൺ
സീറോ എന്ന് പറയാം. അല്ലെങ്കിൽ സീറോ വർക്കിന്റെ കണ്ടീഷൻസ് ആയി ഏതൊക്കെ പറയാം? കോസ് തീറ്റ സീറോ എന്ന് പറയാം. കോസ് തീറ്റ സീറോ ആകുമ്പോൾ തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് എസ് ഈക്വൽ ടു സീറോ, അപ്പോഴും വർക്ക് ഡൺ ഈക്വൽ ടു സീറോ ആയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? തീറ്റ 90 ഡിഗ്രി ആകുന്ന കണ്ടീഷൻ നോക്കാം. തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ എന്ത് കിട്ടും? ഡബ്ല്യു ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റയാണ്. എഫ് എസ് കോസ് 90 ഡിഗ്രിയാണ്. കോസ് 90 സീറോ ആണ്. അപ്പൊ വർക്ക് സീറോ ആണ്. അപ്പൊ നോക്കിക്കേ, എന്ന് വെച്ചാൽ അപ്ലൈഡ് ഫോഴ്സിന്റെ ഈ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള ആംഗിൾ ആണ്? ഈ എഫും എസും തമ്മിലുള്ള ആംഗിൾ ആണ് 90 ഡിഗ്രി. കണ്ടോ, ഇതാണ്. എന്ന് വെച്ചാൽ അപ്ലൈഡ് ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയാണ് ഡിസ്പ്ലേസ്മെന്റ് വരുന്നതെങ്കിൽ വർക്ക് ഡൺ എത്രയായിരിക്കും? സീറോ ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഈസ് സീറോ. വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് എന്ന് പറയണം, കാര്യം ഒരു ഫോഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഈസ് സീറോ ഇഫ് ദ ബോഡി ഈസ് ഡിസ്പ്ലേസ്ഡ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയാണ് ബോഡി ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നത് എങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ അതാണ് സീറോ വർക്കിന്റെ കണ്ടീഷൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് വരെ ജസ്റ്റ് ഒന്ന് പഠിക്കുക, നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. നമുക്ക് ഇതിന്റെ ഉദാഹരണം, അതായത് തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ, അതായത് എഫും എസും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോൾ വർക്ക് ഡൺ സീറോ ആകുന്നു. അതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ.